പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാന്റെ ആകാശത്തും കടലിലും യുഎസും ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുകയാണ്. ടെഹ്റാനിലടക്കം ആക്രമണ പരമ്പര തുടരുന്നു. അമേരിക്കയും ഇസ്രായേലും സാധാരണക്കാർ കഴിയുന്ന 10,000-ഓളം ഇടങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. യുഎസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ എത്തുന്നത് തടയാൻ ഇറാൻ സ്ഥാപിച്ച 16 മൈനുകൾ നശിപ്പിച്ചതായി യുഎസ് സൈന്യം വ്യക്തമാക്കി. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ യുക്രൈൻ സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധോപകരണങ്ങളും എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഏറ്റവും പുതിയ വിവരം ഈ ഇറാന്റെ കപ്പലുകൾ 10ഓളം കപ്പലുകൾ നശിപ്പിച്ചു എന്നുള്ള അമേരിക്കയുടെ ഒരു അവകാശവാദമാണ്. അതിന് കടുത്ത തിരിച്ചു നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചാണോ ഈ യുദ്ധത്തെ നിയന്ത്രിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ അമേരിക്കയിലും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ ഓയിൽ ക്രൈസിസ് എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ യുദ്ധത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാക്കുക, അത് അമേരിക്കയ്ക്ക് കൂടി ഒരു സമ്മർദ്ദമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹോർമുസിനെ നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്ക എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള 10 ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നു. ഇവയെ നശിപ്പിക്കാൻ സാധിച്ചതായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതിനുശേഷം യുഎസ് ആർമിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിരുന്നു. ഇതിലാണ് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുണ്ടായിരുന്ന 16 ഇറാനിയൻ മൈനുകൾ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള എല്ലാ ശ്രമവും അമേരിക്ക ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ തങ്ങൾക്ക് മറ്റ് തിരിച്ചടികൾ, ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മൈനുകൾക്ക് നേരെ ആക്രമണം നടന്നത് അവർ ഇതുവരെ പറയുന്നില്ല. ഇപ്പോൾ നിലവിൽ ഒമാൻ മറ്റൊരു ഓഫറുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചാലും ഈ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങളുടെ തുറമുഖങ്ങൾ വ്യാപാരത്തിനായി ഉപയോഗിക്കാമെന്ന് ഒമാൻ പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഹോർമുസ് കടലെടുക്കിന്റെ ഒരു കിടപ്പനുസരിച്ച് ഹോർമുസിൽ നിന്ന് കുറച്ച് അകലെയാണ് ഒമാന്റെ തീരപ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒമാനിലേക്ക് കച്ചവടം നടത്താൻ സാധിക്കും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാണ് ഒമാൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒമാൻ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിലേക്ക് ചരക്കുകളും മറ്റും എത്തിച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ വഴി റോഡ് മാർഗം കണക്ട് ചെയ്തുകൊണ്ട് വ്യാപാരം നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധി എത്രയും വേഗം തന്നെ പരിഹരിക്കാനാകും എന്നും ഒമാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിലും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ചരക്ക് ഗതാഗതത്തിൽ ഒരു കാലതാമസം നേരിടും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് അതൊരു ആശ്വാസം